ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ നിഫ്റ്റി 50ൻ്റെ 2 ലോട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലോസ് ചെയ്യുമ്പോൾ 250 രൂപ. പിന്നെ രണ്ടും ലോസിലായിരുന്നു ക്ലോസ് ചെയ്തത്. അപ്പം ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ പ്രോഫിറ്റാണോ ലോസാണോ എന്ന് നോക്കാം. അതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 40 രൂപേൻ്റെ ഒരു ലോട്ടും, അതിനിപ്പോൾ 30 രൂപയുള്ളത്. പിന്നെ മറ്റേതൊന്ന് 14 രൂപക്കുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ മാർക്കറ്റിൽ നിന്ന് എന്താണെന്നറിയില്ല, സെൻട്രൽ ബാങ്കിൻ്റെ കുറേ ഷെയർ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് എപ്പോഴും കുറേ നാളായി അത് ഇങ്ങനെ ബെയറിഷായിട്ട് എടുക്കുകയാണ്. എല്ലാം അതൊന്ന് വിറ്റ് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്നലത്തെ പോലെയാണെങ്കിൽ ഇന്നും, പക്ഷേങ്കിൽ ഇന്നലെ എക്സ്പയറി ആയിരുന്നു നിഫ്റ്റി 50ൻ്റെ. അപ്പോൾ ഒരുപാട് മാർക്കറ്റ് കുറേ ഇറങ്ങി താഴെ വന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ന് തീർച്ചയായും ഒരു 100% എനിക്ക് തോന്നിയത് ഇന്ന് രാവിലെ എന്തായാലും ബുള്ളിഷ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിഫ്റ്റി വാങ്ങി വെച്ചത്. പിന്നെ ഇങ്ങനെ മാർക്കറ്റ് ഇടിഞ്ഞ് കിടന്നപ്പോഴും ഈ എനർജി ഷെയർ, ഈ സ്വിസ്ലോൺ കമ്പനീൻ്റെ ഷെയർ അത് ഇടിഞ്ഞിട്ടേ ഇല്ല, അത് കൂടിക്കൊണ്ടിരുന്നു. ബാക്കിയെല്ലാം താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഉള്ളത് അവസ്ഥ. ഇനിയിപ്പം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇപ്പം 14 14 ഇപ്പം എന്താ കണ്ടില്ലേ, ചാർട്ട് ഇതൊറ്റ തുള്ളലിന് അങ്ങ് മേലെ എത്തിയിട്ടുള്ളത്. എത്ര ഇതാണിന്നിപ്പോൾ കൂടിയിട്ടുള്ളതെന്നുണ്ടോ? ഇവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വാങ്ങിയതിനിപ്പോൾ നന്നായിട്ട് വില കൂടിയിട്ടുണ്ട്. ഞാൻ 40 രൂപക്ക് വാങ്ങിയതാണ്. അതിപ്പോൾ എത്രയായി നോക്കിയേ, നന്നായിട്ട് വില കയറിയിട്ടുണ്ട്. മറ്റേ 14 രൂപേൻ്റെ വാങ്ങിയപ്പോൾ 22 എൻ്റെ എനിക്ക് തോന്നുന്നു അതൊരു 70-ലേക്കല്ല, ഇപ്പം 400-500 മേലെയൊക്കെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ തന്നെയായിരിക്കും, കൂടും കുറയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒറ്റ ലോട്ടായതുകൊണ്ട് ഇപ്പം ഒരു 10 ലോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഞാനിപ്പം ഇത് എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു 70 വെച്ചിട്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. നല്ല ചാട്ടമുണ്ട് ഇപ്പോൾ. ഇതിപ്പോൾ SBI കയറുന്നതുകൊണ്ട് എന്തായാലും നിഫ്റ്റി കയറുന്നതാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഇപ്പോൾ കണ്ടല്ലേ, ആകെപ്പാടെ 2 ലോട്ടേ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ 600 സംതിങ് ആയി. ഞാൻ ലിമിറ്റ് ഓർഡർ അത് കൊടുത്തിട്ട് ഒരു 70 റുപ്പീസിന് എക്സിറ്റ് അടിക്കുക, സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓർഡർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മോഡിഫൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഒരു 70 ഒരു 80 ഒക്കെ പോകുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം തന്നെ എൻ്റെത് കംപ്ലീറ്റ് ആയി കണ്ടില്ലേ, 70 റുപ്പീസിന്. പക്ഷേ ഇത് 76 78-ലേക്ക് കയറി പോകുന്നുണ്ട്. ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് ചെയ്യുന്ന കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് അങ്ങനെ ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തതാണ്. ഏതായാലും എനിക്ക് ലോസൊന്നുമില്ല, ലാഭം തന്നെയാണ്. ഇനിയിപ്പോൾ താഴെയുള്ള ഞാൻ 14 രൂപക്ക് വാങ്ങിയതിനിപ്പോൾ 28 രൂപയായിട്ടുണ്ട്. ഒരു ലോട്ട് വാങ്ങിയത് കൊണ്ടാണ്. ഇപ്പോൾ 10 ലോട്ട് ഉണ്ടെങ്കിൽ എനിക്ക് 2800. ഞാൻ ഇപ്പോൾ കുറേ ലോസ് വന്നത് കൊണ്ടാണ് ഇപ്പം ഒരു ലോട്ടിലൊക്കെ നിർത്തുന്നത്. പിന്നെ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ. ഇതിപ്പം 78 ആയതുകൊണ്ടില്ലേ, ഞാൻ എന്താ 78-ന്ന് പിന്നെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 70-നാണ് സ്ക്വയർ ഓഫ് ചെയ്തത്. രാവിലെ ഇങ്ങനെ തന്നെയാണ്, മിക്കവാറും രാവിലെ കൂടും, അധികം അങ്ങനെ തന്നെയാണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ട്രേഡിങ് എപ്പോൾ ലാഭം കിട്ടില്ലെങ്കിലും ലാഭം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്കത് കൃത്യസമയത്ത് എക്സിറ്റ് അടിക്കാൻ, സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം. ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ് ഒരു നല്ല